ക്ലാസ്മേറ്റ് സന്തോഷ് ആൻഡ് ഫാമിലി നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. നാടൻ ഫാമിലി കിച്ചൺ അത് നമ്മളെ നാട്ടുകാരൊക്കെ നാട്ടുകാരാണ്. പക്ഷെ നേരിട്ട് എല്ലാവരും എപ്പോഴെങ്കിലും കാണുള്ളൂ. ഇതാണ് കളി, പഴയ ഉപ്പുകളി ഉപ്പുകളി. ഓക്കെ ഓക്കെ. ഉപ്പുകളിയാണ് കേട്ടോ ഈ കുട്ടികൾ കളിക്കുന്നത്. കുളംകര, സാധാരണ കുളംകര, പിന്നീട് സെക്കൻഡ് റൗണ്ടിൽ അതിന്റെ ഓപ്പോസിറ്റ് കുളം എന്ന് പറയുമ്പോൾ കര, കര എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. ഇതേതാ കളി? പകിട കളി നടക്കുന്നത് ഇവിടെ. ഒരു രണ്ടാളും ഒരു ടീം, രണ്ടാളും ഒരു ടീം. അതാണ് പകിട അല്ലേ? സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളില്ലതേ ചെറുകോട് UP സ്കൂളിലാണ് കേട്ടോ. പിന്നെ ഞാനൊക്കെ പഠിച്ച സ്കൂളാണ്, 7 വരെയുള്ള സ്കൂളാണ്. പിന്നെ ഇവിടെ നിന്ന് ബ്ലോഗർമാരുടെ ഒരു മീറ്റപ്പ് നടന്നു. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇടാം. ബ്ലോഗർമാരുടെ ഒരു മീറ്റപ്പ്. ഇതിൽ എന്താ ഉദ്ദേശം വെച്ചാൽ പഴയകാല കളികൾ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പഴയ കളികളും ഒക്കെയാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. ഈ ഗ്രൗണ്ടിൽ പഴയ കളികളൊക്കെ നടക്കുന്നത്. എല്ലാ കളികളുണ്ട്. കുട്ടിങ്കോല്, കോട്ടിക്കളി, പിന്നെ കക്കളി, അങ്ങനത്തെ പഴയകാല കളികളൊക്കെ പുതിയ തലമുറ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇവിടുത്തെ PTA മാഷന്മാർ സംഘടിപ്പിച്ചാണ്. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊക്കെ ഞങ്ങളെ ക്ഷണിച്ചതാണ്. എല്ലാ ബ്ലോഗർമാരുണ്ട്. ഇവിടുത്തെ ഫേമസ് ആയവരും ഒരുപാട് ബ്ലോഗർമാരുണ്ട്. അപ്പോൾ വീഡിയോസൊക്കെ കാണുക, എല്ലാവരും കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഒക്കെ കിടക്കാം. ഇത്രയധികം കുട്ടികൾ ഇത്തരത്തിലുള്ള ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായ ആളുകൾ ഇത് പ്രൊഫഷണലായും അമേച്ചറായും ഒക്കെ ഈ മേഖലക്കകത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇവിടെ എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. കുറേ ആളുകളെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ആളുകളാണ്. നമ്മൾ ഈ പ്രദേശത്തുള്ള നമുക്കറിയാവുന്ന മുഴുവൻ ആളുകളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് നമ്മൾ പ്രത്യേകം ക്ഷണിച്ചതാണ്. ഇതുകൊണ്ട് വിദ്യാലയം ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ഈ ബ്ലോഗിംഗ് എന്ന് പറയുന്ന പുതിയൊരു മേഖലയെ പരമാവധി കുട്ടികളെയും അതുപോലെ തന്നെ സമൂഹത്തെയും പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. വിദ്യാലയം ഉദ്ഘാടനം ചെയ്യുന്ന പോരൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സക്കീന ടീച്ചർ, 2ാം വാർഡ് മെമ്പർ ഗീതച്ചി ബ്ലോഗേഴ്സ് മീറ്റിന്റെ ഉദ്ഘാടന വേളയിലാണ് നാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യമായി ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകർക്ക്, അധ്യാപകർ, PTA ഭാരവാഹികൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വ്ളോഗർ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വ്ളോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീഡിയോസുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ്. എന്നാൽ ബ്ലോഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഈ വായനയ്ക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഒരുപാട് ചെറിയ ചെറിയ ടൈറ്റിലുകളിലൂടെ ഒരുപാട് വിഷയങ്ങൾ ഒന്നിക്കാൻ കുട്ടികൾ പഴയ കാലത്തെ കുറേ കളികൾ അവർ പ്രദർശിപ്പിക്കും. നമ്മൾ പ്രിയപ്പെട്ട ബ്ലോഗേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? അത് കംപ്ലീറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള അവസരമാണ് ഇനിയുള്ളത്. സന്തോഷ് ഫാമിലി അറിയുന്നവരാണ് നമ്മളെ നാട്ടിൽ. എല്ലാരും അറിയില്ലല്ലോ. കാണുന്നില്ലല്ലേ? സന്തോഷ് ഭായ്, ഞാൻ പിന്നെ അടുത്തൊരു മെസ്സേജ് അയക്കും. പിന്നെ ഇപ്പൊ അമ്മന്റെ അടുത്താണ്. അമ്മന്റെ പോവല്ലേ? നമ്മളെ അയൽവാസി നിങ്ങളൊക്കെ യൂട്യൂബിൽ എടുത്തിട്ടോ. ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. ഒട്ടേറെ പഴയ നാടൻ കളികൾ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലുള്ള വ്യായാമ അനുഭവങ്ങളും നമുക്ക് നൽകി തന്ന ആ പഴയ കളികൾ നമ്മൾ ഇന്ന് ഈ ദിവസം ഓർമ്മിച്ചെടുക്കുകയാണ്. അതിൻ്റെ പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. കൂടാതെ
നമുക്ക് ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട PTA പ്രസിഡന്റ് ഹാരിസ് ബാബു യു ആണ്. അദ്ദേഹത്തെ വളരെ ബഹുമാനത്തോടെ നമ്മുടെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ ആശംസ അർപ്പിക്കുന്നത് നമ്മുടെ സ്കൂളിലെ ഇങ്ങനെ കാണുമ്പോഴേ നമുക്കിപ്പോൾ സ്കൂളിൽ പോയാൽ മതിയെന്ന് ഇങ്ങനെ തോന്നുന്നു. മാഷേ സൗണ്ടില്ലാതെ പരിപാടി സംഘടിപ്പിച്ചതിന് എല്ലാ സംഘാടകരും സുഹൃത്ത് പിന്നെ ക്ലാസ്മേറ്റ് സന്തോഷ് ആൻഡ് ഫാമിലി നിങ്ങളെല്ലാരും കാണുന്നുണ്ടാവും. നാടൻ ഫാമിലി ഇതാണ് എല്ലാരും അറിയാം. നിങ്ങൾ ഫേമസ് ആണല്ലോ. വേറെന്ത് വിശേഷം? നമ്മൾ ചാനൽ കാണുന്നുണ്ടോ? പിന്നെ നമ്മളെ നൗഫ കിച്ചൺ അത് നമ്മളെ നാട്ടുകാരൊക്കെ നാട്ടുകാരാണ്. പക്ഷെ നേരിട്ട് എല്ലാരും എപ്പോഴെങ്കിലും കാണുള്ളൂ. എന്ത് വിശേഷം? പുതിയ സുന്ദരം അങ്ങനെ പോകണല്ലേ? എവിടെ പോയി? ബോസിൽ എവിടെ പോയി? ഇപ്പോ ഏതാണ് കളി? പഴയ ഉപ്പുകളിയെ പ്രതിനിധീകരിക്കും. ഉപ്പുകളി. ഓക്കെ. അപ്പൊ ഉപ്പുകളിയാണ് കേട്ടോ ഈ കുട്ടികൾ കളിക്കുന്നത്. പഴയ ഉപ്പുകളിയാണ്. ഇവൽക്കിത് പുതിയതാണ്. കുട്ടികൾക്കൊക്കെ ഇത് പുതിയതാണ്. പഴയ ആൾക്കാർക്കൊക്കെ ഇത് പഴയ കളിയാണ്. അല്ല നിങ്ങളൊന്നും കളിക്കണില്ലേ? കളിയാണ് കുളങ്കര. സെക്കൻഡ് റൗണ്ട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കുളംകര, സാധാരണ കുളംകര. പിന്നീട് സെക്കൻഡ് റൗണ്ടിൽ അതിന്റെ ഓപ്പോസിറ്റ്. കുളം എന്ന് പറയുമ്പോൾ കര എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ്. ഇനി സെക്കൻഡ് റൗണ്ട് ആണ്. കുളംകര എന്ന പരിപാടിയാണ്. ആ കളിയാണ് കേട്ടോ. അത് കുട്ടികൾക്ക് ഇതൊക്കെ പുതിയതാണ്. കളി കുട്ടിങ്കോലും. നമ്മളെ കുട്ടിങ്കോലാണ് കളിക്കണത്. അയ്യോ പഴയ കുട്ടിങ്കോലും കളിയാണ്. അയ്യോ കിട്ടിയില്ലല്ലേ? കുട്ടികളെ നേരത്തായിട്ട് നോക്കുവേ. ചട്ടിയേറ്. ഓക്കെ. ചട്ടിയേറ്. ഇതിപ്പോ നമ്മള് പഴയ ആള് പറഞ്ഞിട്ടില്ല. കൊറേ കളികൾ നമുക്ക് അറിയാത്തതുണ്ട്, കൊറേ അറിയുന്നുണ്ട്. ചട്ടിയേറ് ഞാൻ കേട്ടിട്ടില്ല. ചട്ടിയേറ് ഗെയിം. ഓക്കെ ഇതറിയും ഗെയിം. നമ്മളന്ന് ഓടുമ്പോട്ടൊക്കെ വെച്ചിട്ടേന് പരിപാടി. പെട്ടായാലും പോട്ടെടുത്ത് സംഭവം. ഇതേതാ മത്സരം? കക്കുകളി. അപ്പൊ ഇത് അറിയാത്തവൾക്കാണ്. എനിക്കാരും മനസ്സിലാക്കണ്. അപ്പൊ കക്കുകളിയാണ് ഇവിടെ നടക്കുന്നത്. ഇതാന്ന് പിന്നെ എല്ലാ പിന്നെ ഇതിനും കവർ ചെയ്ത് പോരണോ? അതാണ് സംഭവം. കുറെ കളിച്ചാണ്. പൊട്ടിയോ? വരുമ്പോ ചവിട്ടാൻ പാടില്ലല്ലേ? ഓക്കെ. ഇവിടെ വേറൊരു കക്കിളി അടുത്തുണ്ട്.
അല്ല നിങ്ങൾ ടീച്ചർമാരാ? ട്രെയിനേഴ്സ് അല്ലേ? ആ ശരി. കക്കളി അല്ലേ? ഇതൊക്കെ ആദ്യം അറിഞ്ഞീനോ? ആദ്യം അറിയില്ലേ? ഇതൊക്കെ ഞങ്ങളെ ചെറുപ്പത്തിലൊക്കെ ഫുള്ള് തന്നെ കക്കളി. കോട്ടിക്കളി അത് കോട്ടിക്കളി എല്ലാവർക്കും കളിക്കണ്ട. ആ കുയിക്കളി അല്ലേ? മാഷ ഇതേതാ കളി? പകിട കളി നടക്കുന്നത് ഇവിടെ. ഒരു രണ്ടാളും ഒരു ടീം, ഇവർ രണ്ടാളും ഒരു ടീം. അതാണ് പകിട അല്ലേ? പകിടകളി, പഴയ പകിടകളി നമ്മളെ ഈ പിന്നെ പകിടകളി എന്തുകൊണ്ടാണ് പറഞ്ഞത്? പകിടകളിനെ കുറിച്ച് നമുക്ക് പറയുകയാണെങ്കിൽ നമ്മളത് കണ്ടിലെ പരിചയമുള്ളൂ, കളിച്ചു നോക്കിയിട്ടില്ല. പണ്ട് പുരാണങ്ങളിലൊക്കെ ദുര്യോധനും യുധിഷ്ഠിരനൊക്കെ ഇതിന്റെ ആളുകളായിരുന്നു കേട്ടിട്ടുണ്ട്. അത്ര അറിവുള്ളൂ. പകിടകളി എനിക്കും പിന്നെ വലിയ പരിചയമല്ല. ബാക്കിയുള്ളൊക്കെ പിന്നെ നമ്മള് കളിച്ച കളിയുണ്ട്. ഏതായാലും നല്ല ഹരന് കളിയാണ്. പഴയ നമ്മളെ ഇന്നത്തെ കാലത്ത് തായത്തിന്റെ ഒരു തായക്കളിയുടെ അന്റെ എപ്പോഴാ കഴിഞ്ഞേ? 2 മണിക്കോ? ഞങ്ങള് 2 മണിക്കാണ് ഞങ്ങളോട് വരാൻ പറഞ്ഞത്. എന്താ പരിപാടി? ഇനി തൊപ്പി വെക്കണോ? കിരീടാണ്. ഓക്കെ. പിന്നെ ഇതേതാ കളി? ആ ചട്ടിയാറ. കച്ചവടം നടക്കണ്ട, കുട്ടികളെ പൊട്ടി പാറിയ കച്ചവടം. അല്ല നിങ്ങളൊക്കെ എന്തിനാ ഭരിക്കണ്? മുട്ടായി വാങ്ങാനോ? എല്ലാരും മുട്ടായി വാങ്ങാൻ വരും. ഇവിടെ കളി നടക്കണം, അപ്പുറത്ത് നല്ല കച്ചവടം നടക്കണം കേട്ടോ. കച്ചവടം ഉണ്ട്. ഏതായാലും കുറെ വർഷത്തിന് ശേഷം നമ്മള് പഠിച്ച സ്കൂളില് ഇങ്ങനൊക്കെ ഒരു കളി സംഘടിപ്പിക്കുന്നു. വേറെ അനുഭവം. പരിപാടി സൂപ്പർ, അടിപൊളി. അത് നല്ല അഭിനന്ദനുണ്ട്. നമ്മളെ സന്തോഷ് മാഷ് മൂപ്പരാണ് നമ്മളൊക്കെ വിളിച്ച് എല്ലാരും പിന്നെ ഇതാക്കി കേട്ടോ. എല്ലാരും നമ്മളെ സ്കൂളിൽ ഇങ്ങനെ ഒരു പരിപാടി എടുക്കുമ്പോ നമ്മളെ ആളുകളെ അറിയിക്കണല്ലോ. കാരണം എല്ലാവർക്കും വരാൻ പറ്റൂല. അപ്പൊ ഇങ്ങനത്തെ ബ്ലോഗ് കൂടെ ആണല്ലോ ഇത് കാണാൻ പറ്റുക. ഇതെങ്ങനെയാണ് ഇപ്പൊ കോല് അതുകൊണ്ട് കളിച്ചിട്ട് പിന്നെ ഇത് അളന്നിട്ട് എന്താ ചെയ്യണേ? പോയിന്റ് ഒരു ലക്ഷം. നമ്മളെ കുട്ടികൾ കളിച്ചാണ്, നമ്മൾ ചെറുപ്പത്തിൽ കുറെ കളിച്ച പക്ഷെ മറന്നു പോയി കുറെ. അപ്പോ അല്ല ഇത് കുറെ ദൂരത്തിന് കിട്ടരുത് അത്രല്ലേ? മറന്നു പോയി കുറെ പോയ കുട്ടികൾ മാറുന്നല്ലോ അടിക്കലോ. അടിപൊളി പരിപാടിയാണ് സംഭവം. നമ്മള് കുറെ മുമ്പ് കളിച്ചാണെങ്കിലും മറന്നുപോയി. അത് അസ്കൂന് ശരിക്കാറ് കെട്ടിടാന്ന് പറഞ്ഞ ഇങ്ങനെ ഒരു കെട്ടിടല് തിരുപ്പ് ഇതൊക്കെ വരുമല്ലോ. ഓക്കെ അസ്കോ ഇത്
പൊട്ടിക്കലാണിത്, അല്ലാതെ ഇവിടെ കച്ചറ ഇറക്കല്ലോ. അടിയല്ല, ബലൂൺ പൊട്ടിക്കാണ് കുട്ടികള്. ബലൂൺ പൊട്ടിക്കൽ മത്സരം, ബലൂൺ പൊട്ടിക്കൽ മത്സരമാണ് അവിടെ നടക്കുന്നത്. നമ്മളെ ബാസിൽ മോൻ. അപ്പൊ ഞങ്ങള് പിന്നെ കളിച്ച് വളർന്നേ അല്ലെ, പഠിച്ചു എന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല, കാരണം പഠിച്ചാത്തോണ്ട് പരിപാടി. അതെ അതെ, ഞങ്ങളെ അധ്യാപകര് നമ്മളെ ന്യൂ ജനറേഷൻ പിള്ളേരെ കൊണ്ട് നമ്മളെ 1980 കിഡ്സിന്റെ കളിയൊക്കെ പഠിപ്പിച്ചിട്ട് നമുക്ക് കാണിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കുട്ടികൾക്ക് ഭയങ്കര നല്ല രസമായിക്കണേ. നമ്മൾ ഇത്രയും അർജന്റായിട്ട് സംഗതി കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല. സത്യമാണ് പറയുന്നത് കേട്ടോ. ഞങ്ങള് സത്യത്തിൽ അസ്കു പറഞ്ഞു, ഞങ്ങള് നമുക്ക് നേരത്തെ വന്ന് നേരത്തെ വന്ന് പോകാൻ പറഞ്ഞതാണ്. പക്ഷെ ഈ മത്സരത്തിന്റെ രസങ്ങൾ കൊണ്ടില്ല ചായ കുടിച്ചിട്ടുണ്ട് ചായ ചൂടാറ് അത് ഓക്കെ.